السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട വളരെ ദൂരത്തുനിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ എത്തിച്ചേർന്ന പാളയം ഇമാം അവറുകൾ, ഷുഐബ് മൗലവി അവറുകളെ, അതേപോലെ നമുക്ക് ഏവർക്കും സുപരിചിതനായ പണ്ഡിതനും നാം എപ്പോഴും ഖുർആൻ ക്ലാസ് കേൾക്കുന്ന ബഹുമാന്യനായ ബഷീർ മഹീദ്ദീൻ ഉസ്താദ് അവർകളെ, അതേപോലെ കണ്ണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മുസ്ലിം മഠത്തിൽ സാജിദ് നദ്വി അവറുകൾ, വിങ്സ് കേരളയുടെ പ്രസിഡന്റ് മെഹനാസ്, വാദിയുടെ ജനറൽ സെക്രട്ടറി ഫാറൂഖ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സ്റ്റേറ്റ് വിങ് വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് PTP സാജിദ അവറുകൾ, മേഖല നാസിം UP സിദ്ദീഖ് സാഹിബ്, ഉമൻസ് അക്കാഡമിയുടെ ഹിഫ്ള് കോഴ്സിൻ്റെ പ്രിൻസിപ്പൽ അമീർ റഹ്മാൻ അവറുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇവിടെ സന്നിഹിതരായ മാന്യരായ എല്ലാ വ്യക്തിത്വങ്ങളെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കരുണാ കടാക്ഷവും നമ്മളിൽ ഏവരിലും എപ്പോഴും വർഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 3 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആശങ്കയായിരുന്നു. വല്ലാത്തൊരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. പക്ഷേ അതിന് ശക്തി പകർന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് ചർച്ച ചെയ്തപ്പോൾ ഷുഐബ് മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ യുവ പണ്ഡിതൻ ശക്തമായ കരുത്താണ് തന്നത്. ഇപ്പോൾ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ചില തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഏറ്റവും വിജയിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത് എന്ന്. തീർച്ചയായും നമ്മൾ തുടക്കം കുറിച്ച് 1 കൊല്ലം കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് റിസൾട്ട് നൽകി. 2ാം കൊല്ലം അതേപോലെ തന്നെ
അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇരിക്കൂറിലാണ് ആഘോഷിച്ചത്. നമുക്കതിൻ്റെ ഫലം കൊയ്യാൻ സാധിച്ചു. പക്ഷെ ഇക്കൊല്ലം ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു മഴ വർഷിച്ചാൽ നമ്മളുടെ വിത്തുകൾ മുളക്കുക എന്ന് പറയില്ലേ, അതങ്ങനെ ഫലമായിട്ട് വന്നാലുള്ള ഒരു സന്തോഷം നിങ്ങൾ ആലോചിച്ചു. ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഇക്കൊല്ലം ഹാഫിസ് ആവുക എന്ന് അമീർ സാഹിബും പ്രിൻസിപ്പാളും മൂസ സാഹിബെല്ലാം പറയുമ്പോൾ അത് തന്നെ വലിയ നേട്ടമായിട്ട് കാണും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇല്ല ഇന്ന് 4 or 5 ഉണ്ടാവും, പിന്നെ പറഞ്ഞു 6 എന്തായാലും ഉണ്ടാവും, പിന്നെ പറയുന്നത് 7. ഇത് അള്ളാഹുവിൻ്റെ ഒരു കൈകടത്തലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഉസ്താദന്മാരായ അധ്യാപകരും അതിൻ്റെ പ്രിൻസിപ്പളും അതിൻ്റെ മാനേജർ മൂസ മാസ്റ്ററും ഒക്കെയും അതിൻ്റെ കഠിനമായ പരിശ്രമവും കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ അടിവരെ ഇട്ട് പറയുകയാണ്. അതോടൊപ്പം അമീർ സാറൊക്കെ പറയും പോലെ, അമീർ ഉസ്താദൊക്കെ പറയും പോലെ, നേരത്തെ പറഞ്ഞല്ലോ വാക്കിംഗ് ഖുർആൻ, ചലിക്കുന്ന ഖുർആനായിരുന്നു നമ്മളെ കുട്ടികൾ എന്നാ പറഞ്ഞു. അവര് കളിസ്ഥലത്താവട്ടെ, അവര് ഭക്ഷണ സ്ഥലത്താവട്ടെ, അവർ ഉറക്കത്തിൻ്റെ സമയത്താവട്ടെ, അതെല്ലാം വല്ല ടൂറ് പോകുമ്പോൾ യാത്രയിലാവട്ടെ, അവർ ഖുർആനായിരുന്നു. ഖുർആൻ നിരന്തരം അവർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുണ്ടല്ലോ കുടുംബ ടൂറെല്ലാം പോകുമ്പോൾ പല മത്സരങ്ങളും വാക്കുകൊണ്ടും പാട്ടുകൊണ്ടും സിനിമാ പാട്ടുകൊണ്ടൊക്കെ കളിക്കാറ്. അവർ കളിച്ചിരുന്നത് ഖുർആനാണ്. എന്തൊരു അത്ഭുതമാണെന്ന. അതേപോലെ അവരുടെ ജീവിതത്തിന്റെ ചട്ടവും വട്ടവും എല്ലാം മാറി. മുഅ്ജിസത്ത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല ബുദ്ധിയും കഴിവും തൻ്റെടവും ആലോചനയും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശേഷിയുള്ള ഒരു ഘട്ടത്തിൽ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവർക്ക് തന്നെ അതിൽ നിന്നും മുത്തു വാരിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുഭവം അവർ പങ്കിടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബാദിഹുദയുടെ 9ഓളം സ്ഥാപനങ്ങളുണ്ട്. 45 വർഷമായി അത് സ്ഥാപിക്കപ്പെട്ടിട്ട്. 1980-ൽ 13 കുട്ടികളെ കൊണ്ട് ഒരു ബോർഡിംഗ് മദ്രസ സ്കൂൾ തുടങ്ങിയിട്ട് ഇന്ന് 9 സ്ഥാപനങ്ങൾ 4ഓളം ക്യാമ്പസുകളിലായി വികസിച്ചിട്ടുണ്ട്. 4000 കുട്ടികളും 350 സ്റ്റാഫ് അംഗങ്ങളും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ നമ്മളുടെ ട്രസ്റ്റിന്റെ വിഷനുമായി 100% യോജിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നമ്മുടെ വാദിഹുദ വുമൻസ് അക്കാഡമിയാണ്. തീർച്ചയായും നമ്മളുടെ KGയിലും സ്കൂളിലൊക്കെ ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പക്ഷേ 100% പറയാൻ കഴിയാതിനാണ്. അതിനു മുമ്പ് നമുക്ക് വുമൻസ് ഇസ്ലാമിയ കോളേജ് എന്ന് പറഞ്ഞിട്ട് WIC ഉണ്ടായിരുന്നു. ധാരാളം കുട്ടികൾ കൊല്ലങ്ങളോളം അവിടെ ചേർന്ന് പഠിച്ച് സമൂഹത്തിനും സമുദായത്തിനും പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി റുക്സാന
സ്റ്റേറ്റ് വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് PTP സാജിദ എന്നിവിടെയുണ്ട്. അവരൊക്കെയും നമ്മുടെ വാദി നൂറിലെ അന്നത്തെ വിമൻസ് ഇസ്ലാമിയ കോളേജിന്റെ സന്താനങ്ങളാണ്. അത് പിന്നീട് നമ്മൾ വാദിഹുദ വുമൻസ് അക്കാഡമി എന്ന് പേര് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞു നമ്മളുടെ വിഷൻ 1980 നമ്മളുടെ സ്ഥാപനം ഈ ട്രസ്റ്റ് തൈലീമുൽ ഇസ്ലാം ട്രസ്റ്റ് എന്ന് രൂപീകരിക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നമുക്ക് പഠിക്കാൻ നമ്മുടെ നാട്ടിലെ പുറന്തള്ളപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ സമുദായത്തിൻ്റെയും മറ്റുള്ളവരുടെയും ഉന്നമനത്തിനു വേണ്ടി വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ കുഗ്രാമമായ മുട്ടത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്കയാണ് അതിന് തുടക്കം കുറിച്ചത്. അന്ന് VK മൊയ്തു ഹാജി അവരുടെ നേതൃത്വത്തിൽ ചെയർമാനായിക്കൊണ്ടും VK ഹംസ സാഹിബ് ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടും ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണ് തുടക്കം കുറിച്ചത്. അന്നത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരണം, അപ്ലിഫ്റ്റ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. കഴിഞ്ഞ 15 വർഷം മുമ്പ് വളരെ കണിശമായ ഒരു വിഷയം തന്നെ നമ്മളതിന് ഫ്രെയിം ചെയ്യുകയുണ്ടായി. വാദിഹുദായുടെ അതാണ് മുദ്രാവാക്യം. ഞാൻ അതിൻ്റെ വിശദീകരണം പറയുന്നില്ല, അത് വേറെ ആരെങ്കിലും പറയും. അതിതാണ്: ടു ബി എ സെന്റർ ഓഫ് എക്സലൻസ്, നർച്ചറിങ് ലീഡേഴ്സ് ടു ഡെവലപ്പ് ആൻ ഐഡിയൽ സൊസൈറ്റി. അതിൻ്റെ മലയാളം പറഞ്ഞാൽ ഖൈറു ഉമ്മത്ത്, നമ്മുടെ ഖുർആനിൽ പറയുന്ന ഖൈറു ഉമ്മത്തിനെ ഉണ്ടാക്കുവാൻ, വളർത്തിക്കൊണ്ടുവരാനുള്ള നേതൃത്വ ശേരിയുള്ള നേതൃത്വങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇതിലപ്പുറം എന്ത് ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിഷനുമായി 100% യോജിച്ച് നിൽക്കുന്ന, ഫലം നൽകുന്ന, ഭാവിയിൽ ഇതിന് സൽഫലങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് നമ്മളത്. തീർച്ചയായും നിലനിർത്തി പോകേണ്ടത്. പക്ഷേ നമുക്ക് ഒരു സ്ഥാപനത്തിനും ഇല്ലാത്ത ഭാരമാണ് 10-30 കുട്ടികൾ മാത്രമുള്ള ഈ സ്ഥാപനം പേറാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ വാദിഹുദയ്ക്ക് സ്വന്തമായി കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് ദുഃഖകരമായ ഒരു സംഗതി കൂടി പറയാം. ഇത് നമ്മുടെ ആൾക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ വാദിഹുദ ആ സ്ഥാപനം ഇന്ന് കാണുന്നതല്ല, ഉന്നതമായ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ, ഖുർആന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ സഹകരണവും സഹായവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എന്ന് ഞങ്ങൾ ഇത്തരുണത്തിൽ നിങ്ങളോട് വാക്ക് പറയുന്നു. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.